ഏഴാം ക്ലാസ്സിലെ അൺചേഞ്ചിങ് റിലേഷൻസ്, മാറുന്ന സംഖ്യകളും മാറാത്ത ബന്ധങ്ങളും എന്നുള്ള ചാപ്റ്ററിൻ്റെ അവസാനത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ കലണ്ടർ മാത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കലണ്ടർ മാത്ത് അല്ലെങ്കിൽ കലണ്ടർ കണക്ക്. നമുക്കിവിടെ ഒരു കലണ്ടർ കാണാം അല്ലേ? കലണ്ടറിന് കുറേ സംഖ്യകളൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം ഇതിൻ്റെ പ്രത്യേകതയൊക്കെ എന്തായിരുന്നു. ഇപ്പോൾ ഇവിടെ 5 ആണ്, 5ൻ്റെ കൂടെ 7 കൂട്ടുമ്പോൾ നമുക്ക് 12 കിട്ടും. 12ൻ്റെ കൂടെ 7 കൂട്ടുമ്പോൾ 19 കിട്ടും. അങ്ങനെ ഓരോ സംഖ്യകൾ 7 കൂട്ടി കൂട്ടി നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കലണ്ടറിനകത്തുനിന്ന് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമ്മൾ 4 സംഖ്യകൾ എടുത്തേക്കാണ്. 8, 9, 15, 16. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് കുറച്ച് സംഖ്യകൾ എടുക്കുക, അതിൻ്റെ സം കണ്ടുപിടിക്കുക, എന്നിട്ട് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ, നമ്മളെടുത്ത സംഖ്യയുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്ന സംഖ്യകൾ 8, 9, 15, 16. അപ്പോൾ ആദ്യമേ ഈ സംഖ്യകളെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കുക. കൂട്ടുമ്പോൾ നമുക്ക് 48 എന്ന് കിട്ടും. ഇനി ഈ 48നെ നമ്മൾ 4 കൊണ്ടൊന്ന് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 12. ഇനി ഈ 12 മൈനസ് 4, അതായത് നമ്മൾ ഈ 12ൽ നിന്ന് 4 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8. ഈ 8ൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ ആദ്യം എടുത്ത സംഖ്യയാണ്, അതായത് നമ്മൾ ഈ കലണ്ടറിൽ എടുത്ത ആദ്യത്തെ സംഖ്യയാണ് 8. ഫസ്റ്റ് നമ്പർ, ആദ്യത്തെ സംഖ്യയാണ് നമ്മുടെ 8 എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ റിലേഷൻ നമുക്ക് വേറെ 4 സംഖ്യകൾ എടുത്താലും കിട്ടുമോ നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി 3, 4, 10, 11 എന്നുള്ള സംഖ്യകൾ എടുക്കുക. അപ്പോൾ അതും ഇതുപോലെ തന്നെ നമ്മൾ കൂട്ടുക. അപ്പോൾ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 28. 28നെ 4 കൊണ്ട് ഹരിക്കുക, 7 കിട്ടി. 7ൽ നിന്ന് 4 പോകുമ്പോൾ 3. അപ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടി? ആദ്യത്തെ സംഖ്യ തന്നെ കിട്ടി. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് പൊതുവായിട്ട് ബീജഗണിത രീതിയിൽ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നമുക്കിവിടെ ആദ്യത്തെ ഈ സംഖ്യയ്ക്ക് നമ്മൾ എക്സ് എന്ന് കൊടുക്കുക. ആദ്യത്തെ സംഖ്യ എന്നുള്ളതിന് എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ അടുത്ത സംഖ്യ എന്തായിരിക്കും വരുന്നത്? x+1. ഇനി അതിന് തൊട്ട് താഴെ വരുന്ന സംഖ്യ, എക്സിന് തൊട്ട് താഴെ വരുന്ന എന്തായിരിക്കും? x+7. നമ്മൾ പറഞ്ഞായിരുന്നു ഒരു സംഖ്യ എടുത്ത് അതിന് തൊട്ട് താഴെ വരുന്ന സംഖ്യ എന്ന് പറയുന്നത് 7 കൂട്ടുന്നതാണ്. അപ്പോൾ x+7. അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ എന്ത് വരും? x+8. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടുക. x+1 + x+7 + x+8. അപ്പോൾ ഇവിടെ എത്ര എക്സ് ഉണ്ട്? 4x ഉണ്ട്. അപ്പോൾ 4x പ്ലസ്, ഇനി സംഖ്യകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ 1 + 7 + 8 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 16. അപ്പോൾ ഈ 2 സംഖ്യകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്താ? ഇത് 4 × x അല്ലേ? 4ൻ്റെ മൾട്ടിപ്പിളാണ്. 16 4 × 4 ആണ്, അതും 4ൻ്റെ മൾട്ടിപ്പിൾ. അപ്പോൾ 4 കോമൺ ആയിട്ട് നമുക്ക് അവിടെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ 4 നമ്മൾ വെളിയിലെടുക്കുമ്പോൾ മിച്ചമുള്ളത് എന്താ? x. ഇവിടെ 4 വെളിയിലെടുക്കുമ്പോൾ മിച്ചമുള്ളത് 4. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4 × ബ്രാക്കറ്റിൽ x+4 എന്ന് എഴുതാം. ഇനി നമ്മൾ കൂട്ടിയതിന് ശേഷം എന്താ ചെയ്തത്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 4 × x+4 / 4. അപ്പോൾ 4 4 കട്ടായി പോകും. നമുക്ക് പിന്നെ മിച്ചം വരുന്ന എന്താ? x+4. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? 4 നമ്മൾ കുറച്ചു. അപ്പോൾ x+4 - 4. അപ്പോൾ ഇവിടെയും 4 - 4. 4 - 4 എത്രയാണ്? 0. അപ്പോൾ ഇവിടെ ഈ +4ഉം -4ഉം കട്ടായി പോയിട്ട് നമുക്ക് പിന്നെ മിച്ചം എന്താ ഉള്ളത്? എക്സ്. ഈ എക്സ് എന്ന് പറയുന്നത് എന്താ? ആദ്യത്തെ സംഖ്യ, നമ്മളെടുത്ത ആദ്യത്തെ സംഖ്യ. അപ്പം നമ്മൾ ഏത് 4 സംഖ്യ, കലണ്ടറിലെ ഏത് 4 സംഖ്യകൾ ഇങ്ങനെ അടുത്തടുത്തുള്ള 4 സംഖ്യകൾ എടുത്താലും നമുക്ക് ഇതേ റിലേഷൻ കാണാനായിട്ട് സാധിക്കും. ഇനി 9 സംഖ്യകൾ എടുക്കുകയാണെങ്കിൽ എന്താ റിലേഷൻ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കി, 9 സംഖ്യ എടുത്തു. നമ്മുടെ കലണ്ടറിലെ 9 സംഖ്യകൾ എടുത്തു. അപ്പോൾ 8, 9, 10, 15, 16, 17, 22, 23, 24 അങ്ങനെ 9 സംഖ്യകളാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന എണ്ണം എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ 4 എണ്ണം എടുത്തു. ഇപ്പോൾ നമ്മൾ 9 എണ്ണം എടുത്ത് നോക്കുന്നത്. ഈ 4 എണ്ണം, 4, 9 എന്നൊക്കെ പറയുന്നത് സ്ക്വയർ നമ്പേഴ്സാണ്. അതായത് 2ൻ്റെ സ്ക്വയർ, 2 × 2 ചെയ്യുമ്പോഴാണ് നമുക്ക് 4 കിട്ടുന്നത്. 3 × 3 ചെയ്യുമ്പോഴാണ് 9 കിട്ടുന്നത്. അങ്ങനെ സ്ക്വയർ നമ്പേഴ്സാണിത്. അതായത് സ്ക്വയറിനകത്താണിത്, സ്ക്വയർ നമ്പേഴ്സാണ് നമ്മൾ ഈ എടുത്തേക്കുന്നത്. ഈ 4, 9, 16 അങ്ങനെയുള്ള സംഖ്യകൾ, അത്രയും എണ്ണമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ തന്നേക്കുന്ന സംഖ്യകളെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കുക. അപ്പോൾ കൂട്ടുമ്പോൾ നമുക്ക് 144 കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെയല്ലേ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ നടുക്കത്തെ സംഖ്യ എന്ന് പറയുന്നത്, മിഡിൽ നമ്പർ എന്ന് പറയുന്നത് 16 ആണ്. ഇവിടെ മൊത്തം എത്ര സംഖ്യകളുണ്ട്? 9 സംഖ്യകളുണ്ട്. അവിടെ നമ്മൾ 4ഉമായിട്ടുള്ള റിലേഷനാണ് നോക്കിയത്, കാരണം 4 സംഖ്യകളാണ് നമ്മൾ എടുത്തത്. ഇവിടെ നമ്മളിപ്പോൾ 9 സംഖ്യകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 16 × 9 ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും 144 കിട്ടുന്നത്. അതായത് 9 × ആ മിഡിൽ നമ്പർ എത്രയാണോ അതിൻ്റെ 9 ഇരട്ടി, അതായത് 9 മടങ്ങാണ് നമുക്ക് കിട്ടുന്ന സം എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലേഷൻ എല്ലാത്തിലും ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് അതിൻ്റെ ബീജഗണിത രൂപം നോക്കാം. അപ്പോൾ ഈ മിഡിൽ നമ്പറിന് നമ്മൾ എന്ത് കൊടുക്കുക? എക്സ് എന്ന് കൊടുക്കുക. അപ്പോൾ എക്സ് എടുത്തു. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള നമ്പർ എന്ന് പറയുന്നത് വരും? x - 1 എന്ന് വരും. അത് കഴിഞ്ഞിട്ടുള്ള സംഖ്യയോ x+1 എന്ന് വരും അല്ലേ?
ഇനി നിങ്ങൾക്ക് ഇതുപോലെ x+1 x- അങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ നമ്പർ റിലേഷൻ തന്നെ നോക്കുക. ഇവിടെ നോക്കിയാൽ 16 എത്ര കുറയ്ക്കുമ്പോഴാണ് 8 വരുന്നത്? 16 - 8 ചെയ്യുമ്പോൾ. അപ്പോൾ x ആണെങ്കിൽ എന്ത് വരും? x - 8 എന്ന് കൊടുക്കുക. ദെൻ 16 - എത്ര ചെയ്യുമ്പോഴാണ് 9 വരുന്നത്? 16 - 7 ചെയ്യുമ്പോഴാണ്. അപ്പോൾ x കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കുക? x - 7 എന്ന് കൊടുക്കുക. ദെൻ 16 - എത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ 10 കിട്ടുന്നത്? 16 - 6. അപ്പോൾ x ആണെങ്കിൽ x - 6. ഇവിടെ 16 - 1 ചെയ്യുമ്പോഴാണ് 15 വരുന്നത്. അപ്പോൾ നമ്മൾ x - 1 എന്ന് കൊടുക്കുക. 16 + 1 ചെയ്യുമ്പോഴാണ് 17 വരുന്നത്. അപ്പോൾ x+1. ദെൻ 22 വരണമെങ്കിലോ 16 + 6 x+6 ഉണ്ട്. അങ്ങനെ ഓരോ സംഖ്യകളും നമുക്ക് അവിടെ എഴുതാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ രീതിയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നമുക്കിവിടെ x ആണെങ്കിൽ അതിന് താഴെ വരുന്ന സംഖ്യ എന്ന് പറയുന്നത് x+7, അതിന് മുകളിൽ വരുന്നത് x - 7 അങ്ങനെ വരും. ഇനി അതിന് തൊട്ട് മുമ്പുള്ളത് x - 1. അപ്പോൾ ഇതിൻ്റെ കൂടെ +7 ചെയ്യുമ്പോൾ അടുത്ത് കിട്ടും, -7 ചെയ്യുമ്പോൾ അതിന് മേളിലുള്ളത് കിട്ടും. അങ്ങനെയാണ് ശരിക്കും കിട്ടുന്നത്. ഇനി ഇതിനകത്ത് ഈ സംഖ്യകൾ നമ്മളെല്ലാം കൂടെ കൂട്ടുമ്പോൾ നോക്കിക്കേ, ഇവിടെ -8, ഇവിടെ +8, അത് ക്യാൻസൽ ചെയ്യാം നമുക്ക്. കാരണം -8ഉം +8ഉം കൂടെ കൂട്ടുമ്പോൾ 0 കിട്ടും. അപ്പോൾ അത് രണ്ടും ക്യാൻസലായി പോകും. ദെൻ -7 + 7 അത് ക്യാൻസലായി പോകും. ദെൻ -6ഉം +6ഉം അതും ക്യാൻസലാക്കാം നമുക്ക്. ദെൻ +1 -1. അപ്പോൾ നോക്കിയേ, ഇപ്പോൾ നമ്മൾ നമ്പേഴ്സ് എല്ലാം ക്യാൻസലായി പോയി. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? എക്സ് മാത്രമേ ഉള്ളൂ. എത്ര എക്സ് ഉണ്ട്? 9 എക്സ് ഉണ്ട്. അപ്പോൾ 9 × x. സം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 9 × x. അപ്പോൾ നോക്കിയാൽ നമ്മൾ നേരത്തെ സംഖ്യകൾ എടുത്ത് ചെയ്ത പോലെ തന്നെയാണ് നമുക്കിവിടെയും കിട്ടിയേക്കുന്നത്. എക്സ് എന്നുള്ളത് മിഡിൽ നമ്പർ അല്ലായിരുന്നോ? അപ്പം നമുക്ക് എന്താ ഇപ്പോൾ കിട്ടിയേക്കുന്നത്? 9 ടൈംസ് മിഡിൽ നമ്പർ, നടുവിലെ സംഖ്യയുടെ 9 മടങ്ങ്. ഇനി പേജ് 47 നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഇതിനാണിങ്ങനെ 36 വരെയുള്ള സംഖ്യകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും 9 സംഖ്യകൾ എടുത്ത് ഇതുപോലെ ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ 14, 15, 16, 20, 21, 22, 26, 27, 28 ഉണ്ട്. ഇതൊരു സ്ക്വയർ നമ്പേഴ്സ്, സ്ക്വയറിനകത്താണ് വരുന്നത് അല്ലേ? അപ്പോൾ ഈ 9 സംഖ്യകൾ എടുത്ത് ഇതുപോലെ തന്നെ കൂട്ടുക. അപ്പോൾ 2 രീതിയിലും നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബീജഗണിത രീതിയിലും ചെയ്യണം, നമ്മൾ അല്ലാതെ സം ചെയ്തും നോക്കണം. അപ്പോൾ ഇപ്പോൾ സം ചെയ്തപ്പോൾ നമുക്ക് 189 എന്ന് കിട്ടി. ഇവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധിക്കും അതിൻ്റെ മിഡിൽ നമ്പർ എത്രയാണോ അതിൻ്റെ 9 മടങ്ങാണ് സം എന്ന് പറയുന്നത്. 9 ടൈംസ് മിഡിൽ നമ്പർ, നടുവിലെ സംഖ്യയുടെ 9 മടങ്ങെന്ന് കിട്ടി. ഇനി ഈ സംഖ്യകൾ വെച്ച് നമ്മൾ ഇതിൻ്റെ ബീജഗണിത രൂപം നോക്കുക. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമുക്കിപ്പം എക്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് അത് എഴുതാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ നമ്പർ റിലേഷൻ നോക്കി എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ഇപ്പോൾ 21 നമുക്ക് എക്സ് കൊടുത്തേക്കുന്നത് അല്ലേ? അപ്പോൾ 21ൽ നിന്ന് എത്ര കുറയ്ക്കുമ്പോഴാണ് 14 കിട്ടുന്നത്? 7. അപ്പോൾ നമ്മൾ എക്സ് ആണെങ്കിൽ x - 7 എന്ന് കൊടുക്കുക. ഇനി 21ൽ നിന്ന് എത്ര കുറയ്ക്കുമ്പോഴാണ് 15 കിട്ടുന്നത്? 6. അപ്പോൾ നമ്മൾ എക്സ് എടുക്കുമ്പോൾ x - 6. അങ്ങനെ എല്ലാ നമ്മൾ അതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കുക. x - 7, x - 6, x - 5, x - 1, x+1, x+5, x+6, x+7 എന്ന് കിട്ടും. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുക. അപ്പോൾ കൂട്ടുമ്പോൾ നമുക്ക് x - 7 + x - 6 + x - 5 + x - 1 + x + x+1 + x+5 + x+6 + x+7. അപ്പോൾ ഇതിൽ നോക്കിയേ, ഇവിടെ -7 ആണ്, +7 ക്യാൻസലായി പോകും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ -6 + 6 ക്യാൻസലാകും, -1 + 1 ക്യാൻസലാകും, -5 + 5 ക്യാൻസലാകും. അതായത് നമ്പേഴ്സ് എല്ലാം ക്യാൻസലായി പോകും. പിന്നെ മിച്ചം എന്താ ഉള്ളത്? 9 എക്സ്. അപ്പോൾ നമുക്ക് 9 × x എന്ന് അവിടെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തന്നെ കിട്ടിയേക്കുന്നത്? 9 ടൈംസ് മിഡിൽ നമ്പർ, നടുവിലെ സംഖ്യയുടെ 9 മടങ്ങെന്ന് കിട്ടി. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇനി 25 സംഖ്യകൾ എടുത്ത് ഇതുപോലെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെത്താനെ വീട്ടിലിരുന്ന് അത് ചെയ്ത് നോക്കുക. 25 സംഖ്യകൾ എടുത്ത് ഇതുപോലെ ഈ റിലേഷൻ നമുക്ക് ഇതുപോലെ വേറെ റിലേഷനോ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ JS Maths Corner.